ഗീ റോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ദോശയായിരിക്കും. എന്നാൽ ഇവിടെ ദോശയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഗീ റോസ്റ്റ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? യെസ്, ചിക്കൻ ഗീ റോസ്റ്റ്. ഇതിന്റെ മുൻപിൽ ഇപ്പോഴത്തെ മസാല ഷവായൊന്നും ഒന്നുമല്ല. ഇതിന്റെ മസാല ഒന്ന് കൂട്ടി ഒരു പിടി പിടിച്ചാലിട്ടല്ല, സ്വർഗം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ? അതിനു മുൻപ് എല്ലാവർക്കും സോൾട്ട് മാംഗോ ട്രീയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ചിക്കൻ കുറച്ചു നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതും വലിയ പീസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര്, പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത ഈ ചിക്കൻ ഒരു 1 hour നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മസാല കൂട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 2 പീസ് കറുകപ്പട്ട, 2 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ മല്ലി, 2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ പെരുംജീരകം, 10 പിരിയം മുളക്, 2 വറ്റൽ മുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ടായിരിക്കണം റോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് 4-5 വെളുത്തുള്ളി, കുരു കളഞ്ഞ പുളി വെള്ളത്തിൽ ചാലിച്ച് അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പൊ ചിക്കൻ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇപ്പൊ ചിക്കൻ വേവിച്ച ഈ നെയ്യിലേക്ക് നമ്മൾ അരച്ചു വെച്ച ആ മസാലക്കൂട്ടില്ലേ, അത് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലയുടെ കളറ് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിന്നെല്ലാം വെള്ളം വരും. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മസാലയുടെ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഈ മസാലക്കൂട്ടിനെ നമ്മൾ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണണം. ഇപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് കുറുകി നെയ്യെല്ലാം മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എരിവും ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ തിക്കായിട്ടുള്ളൊരു മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിൽ ഹാഫ് കുക്ക് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചിക്കനിലേക്ക് മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ആ നെയ്യുടെ ഫ്ലേവറും മസാലയുടെ ഫ്ലേവറും ഒക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അഡാർ ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ചിക്കൻ ഗീ റോസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.